ഇറ്റലിയിലെ ഒരു സാധാ കർഷക കുടുംബത്തിലായിരുന്നു പിയോയുടെ ജനനം. 5-ാമത്തെ വയസ്സിൽ തന്നെ പിയോ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു. തൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ പീഡനം സ്വയം അനുഭവിക്കാനായി പിയോ കല്ല് തലയണയാക്കി കിടന്നിരുന്നു. മൊർക്കോണയിലെ കപ്പുച്ചിൻ സന്യാസ സമൂഹത്തിൽ 15-ാം വയസ്സിൽ എത്തിച്ചേർന്ന പിയോ 19-ാമത്തെ വയസ്സിൽ കപ്പുച്ചൻ സഭയിൽ ചേരുകയും 22-ാമത്തെ വയസ്സിൽ തിരുപ്പട്ടം സ്വീകരിക്കുകയും ചെയ്തു. 1918 സെപ്റ്റംബർ 20-ാം തീയതി കുരിശിനു മുമ്പിലുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്ത് പഞ്ചക്ഷതമുണ്ടായി. ഈ വാർത്ത നാടാകെ പ്രചരിച്ചതോടെ നാനാ ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം തേടാനുമായി ജനപ്രവാഹമുണ്ടായി. തീർത്ഥാടനത്തിന് വന്നവരുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടു. പല സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടുക, ജലത്തിന് മീതെ നടക്കുക, രോഗശാന്തി നൽകുക എന്നിങ്ങനെ പലവിധ അത്ഭുതങ്ങൾ പിയോ അച്ഛനെപ്പറ്റി പ്രചരിച്ചു. 1968 സെപ്റ്റംബർ 23-ാം തീയതി 81-ാമത്തെ വയസ്സിൽ പാദ്രെ പിയോ മരിച്ചു. 1920-ൽ അദ്ദേഹം സ്ഥാപിച്ച പ്രാർത്ഥനാ സംഘത്തിൽ ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 4 ലക്ഷം അംഗങ്ങളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു.